ഹലോ, കല്യാണ ദിവസമായി അങ്ങനെ പറഞ്ഞു ഞാൻ രാവിലെ തന്നെ ചെന്നപ്പോക്കും ദിവ്യയുടെ ഓൾമോസ്റ്റ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിരുന്നു. നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും അവരുടെ ക്രൂ തന്നെയാണ് വന്നിരുന്നത് വെച്ചാൽ നല്ല ക്യൂട്ടായിരുന്നു അവളെ കാണാനായിട്ട്. അങ്ങനെ അവളെയും കണ്ട് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. നേരെ മനൂട്ടനും കൂട്ടുകാരും ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ കറിയുന്ന ഹോളിലേക്ക് പോയി തിരിച്ച് കല്യാണൂരിലോട്ട് തന്നെ ഞാൻ തിരിച്ചു വന്നു. നമുക്ക് ബോസ് സൈഡ് വർക്ക് ഉണ്ടായിരുന്നു. ചെക്കൻ്റെ സൈഡിലും നമുക്ക് തന്നെ, വിഷ്ണുവിൻ്റെ വീട്ടിലും നമുക്ക് തന്നെ ആയിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ നേരെ തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിലോട്ട് ഞാൻ തിരിച്ചെത്തിയപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. അവരുടെ ഫാമിലീസായിട്ടും എല്ലാവരും എത്തി. അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണായിരുന്നു. കല്യാണം പൊളിക്കാന്നുള്ളൊരു മൂഡിൽ ചെന്നപ്പോക്കും ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്ത് നമ്മുടെ ക്രൂ ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും. അപ്പോൾ ദക്ഷിണോടുപ്പ് എല്ലാവരും ഒരു എന്താ പറയുക, ഒരു കല്യാണത്തിൻ്റെ ഒരു സന്തോഷം തന്നെയാണ്. പക്ഷെ എന്നാലും അവരുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ദിവ്യ ഇത്ര നാള് ഒരു വീട്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴുള്ളൊരു സങ്കടം എല്ലാവർക്കും ഉണ്ട്. ദീപു അനിയനാണ്. അപ്പൊ അങ്ങനെ അവളും നമുക്ക് വീടിന്റെ അവിടെ നിന്ന് തന്നെ ടാറ്റ തന്ന് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകാനുള്ള ഒരു പരിപാടി കാറിൽ കയറി നേരെ പോകാനുള്ള പരിപാടിയാക്കി. പിന്നെ ഞങ്ങളും നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. ഫാമിലി എല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലോട്ട് പോയി. സ്റ്റേജ് നമ്മുടെ ജിത്തുവിൻ്റെ വകയായിരുന്നു സ്റ്റേജും കാര്യങ്ങളും പരിപാടികളൊക്കെ. അങ്ങനെ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോക്കും ചെക്കനും വന്ന്, കൃഷ്ണകുമാർ, അങ്ങനെ ഫോട്ടോ ജോമൻ ചേട്ടൻ, ശ്യാം എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ക്രൂ മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ നേരെ പെണ്ണിൻ്റെ ഒരു എൻട്രി ആയിരുന്നു. നല്ലൊരു പാട്ടൊക്കെ വെച്ച് കൊടുത്ത് പെണ്ണിനെ നല്ല കിടിലനായിട്ട് തന്നെയാണ് നമ്മ സ്റ്റേജിലോട്ട് ആനയിച്ച് കയറ്റിയത്. എല്ലാവരും എന്താ പറയുക, ആ ഒരു ചിൽ മൂടി തന്നെ ആയിരുന്നു. അങ്ങനെ അവളുടെ ഒരു നല്ലൊരു പരിപാടിയല്ലേ, അത് നമ്മ കളറാക്കി കൊടുക്കണ്ടേ. ദീപു എന്ന് ചെക്കനെയും വിളിച്ച് സ്റ്റേജിലോട്ട് കയറി. പിന്നീടുള്ളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞത് ഷൂ എന്നും പറഞ്ഞ അങ്ങോട്ട് പോയി. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ് എന്താ പറയാ, ആ സ്റ്റേജിൽ കയറി അങ്ങോട്ട് പരിപാടി കഴിഞ്ഞപ്പോക്കും പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ്. പിന്നെ ദിവ്യയുടെ ലീച്ചിട്ടയുടെ ഫാമിലിയിലെ കുറച്ച് പിള്ളേരുകൾ എല്ലാവരും കൂടി കുറച്ച് ചെറിയൊരു ഡാൻസ് പരിപാടി, ദിവ്യയുടെ കൂട്ടുകാരും എല്ലാവരും കൂടി ചേർന്നിട്ട് ചെറിയൊരു ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്ത് കുറച്ച് നേരം പിള്ളേരെല്ലാവരും കൂടി എൻ്റർടൈൻ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലൊക്കെ പോയിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ റിസപ്ഷൻ എത്തി. റിസപ്ഷൻ നല്ല ഓപ്പൺ ഏരിയയിൽ പുറത്ത് നല്ല കിടിലനായിട്ട് തന്നെ സെറ്റ് ചെയ്ത് ആൾക്കാർക്ക് ഒരു നല്ലൊരു വിരുന്നൊരുക്കിയിരുന്നു. ഞാനും കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടി അവിടെ ഹാപ്പി ആയിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കല്യാണത്തിൻ്റെ കഴിഞ്ഞത്. അങ്ങനെ ആ ദിവസവും കടന്നുപോയി പരിപാടി. മായാസിൻ്റെ ഫുഡായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, കിടിലൻ ഫുഡും കഴിച്ചാണ് എല്ലാവരും കൂടി അവിടെ